ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഇങ്ങനെ സമാധാനം ആശംസിക്കുമ്പോഴും അസമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാലയങ്ങളും കുഞ്ഞുങ്ങളുമൊക്കെ അക്രമാസക്തമാവുന്നു, ദാരുണമായ സംഭവങ്ങൾക്ക് വേദിയാവുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനടിമയാകുന്നു, തെറ്റായ വഴികളിലേക്ക് നീങ്ങുന്നു. ഉത്കണ്ഠാകുലമാണ് പൊതുവിൽ നമ്മുടെ അന്തരീക്ഷം. നാം എപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ സാമൂഹ്യമായ വശത്തെക്കുറിച്ച് ഓർക്കണം, ഒപ്പം ധാർമ്മികമായി വന്നിട്ടുള്ള സ്ഥിതികളെക്കുറിച്ചും നമ്മൾ പരിശോധിക്കണം. കുട്ടികളെ തല്ലി നേരെയാക്കണം, നിയമം അവർക്കെതിരെ കാർക്കശ്യമായി ഉപയോഗിക്കണം, അങ്ങനെ വിപത്തിനെ ഒതുക്കണം എന്നാണ് പലപ്പോഴും പൊതുധാരണ ഉയർന്നു വരുന്നത്. മിക്കവാറും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു സെൻസേഷണൽ വാർത്ത എന്ന നിലയ്ക്കാണ്. അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ അവർ റീച്ച് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങൾ ഇത് എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആകെ വഴിപിഴച്ച നിലയിലാണ്. വാസ്തവത്തെ വാസ്തവമായി നമുക്ക് കാണാൻ പറ്റണം. അതിൽ നമുക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും നമുക്കുണ്ടാകണം. ഒന്നാമത്, ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് നമ്മുടെ നാടിന് വരുന്ന പിഴവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. മയക്കുമരുന്ന് കുട്ടികൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതല്ല, കുട്ടികളുടെ കയ്യിൽ എത്തപ്പെടുകയാണ്. കുട്ടികൾ അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, എന്താണ് അതിന് അനുകൂലമായൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്, കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ്, ഒരു രാജ്യത്ത് മയക്കുമരുന്ന് വിളയാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഭവ കേന്ദ്രം, അത് വരുന്ന വഴികൾ എന്നിവയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. കുറച്ചു കാലം മുമ്പ് നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഗുജറാത്തിലെ അദാനിയുടെ പോർട്ടിൽ 2000 കോടി വില വരുന്ന മയക്കുമരുന്ന് പിടികൂടുന്നു. നാം ഇന്ന് അറിയുന്നത് പോലെ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ MDMA അടക്കമുള്ള മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അവിടെ നിർമ്മാണ യൂണിറ്റുകളുണ്ട്, അവയൊക്കെ തഴച്ചു വളരുകയാണ്. അങ്ങനെ തുറമുഖങ്ങൾ മയക്കുമരുന്ന് വ്യാപനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. മയക്കുമരുന്ന് നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുക്കുന്നതിൽ ഗുജറാത്ത് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അവയെ നിയന്ത്രിക്കാനോ അത്തരം കേന്ദ്രങ്ങളെ ലഹരി നിർമ്മാണത്തിൽ നിന്ന് വിലക്കാനോ തടയാനോ കഴിയാത്ത രീതിയിൽ ദുർബലമാണ്. അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് യൂണിയൻ സർക്കാർ എടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന മയക്കുമരുന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന റാക്കറ്റുകൾ സജീവമാകുന്നു. അവയെ പിടികൂടുന്നതിൽ നമുക്ക് വലിയ വീഴ്ച ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്ത് അതിന് ജാഗ്രത കൂടിയേ തീരൂ. കുട്ടികളിലേക്ക് അന്വേഷണം പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ പ്രഭവ കേന്ദ്രത്തെയും അത് ഒഴുകി വരുന്ന വഴികളെയും തിരിച്ചറിയുകയും നിരോധിക്കുകയും ചെയ്യാൻ അധികാരം ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് ഒരു വശം. രണ്ടാമത്, മയക്കുമരുന്ന് അപ്രകാരം ഒഴുകി വരുമ്പോൾ ആ മയക്കുമരുന്ന് ഈ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം നമ്മൾ കാണണം. ഏറ്റവും കൂടുതൽ പ്രതികരണശേഷിയുള്ള പ്രായമാണ് 12 വയസ്സിന് മുകളിലുള്ള പ്രായം. 12 വയസ്സിന് മുകളിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാകണമെന്ന് ഭരണകൂടം താല്പര്യമെടുക്കുന്നുണ്ടോ, അത്തരത്തിൽ ഒരു വീക്ഷണം അവർക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും വിശപ്പിനെതിരെയും പട്ടിണിക്കെതിരെയും അനീതികൾക്കെതിരെയും സമരം ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രായമാണ്, അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രായമാണ് കൗമാരം. ഏറ്റവും കൂടുതൽ പ്രതികരണശേഷി കൗമാരത്തിലും യൗവനത്തിലുമാണ്. അതിനുശേഷം പലപ്പോഴും നമ്മൾ മുമ്പേ ഗമിക്കുന്ന ഗോവുതന്റെ പിമ്പേ ഗമിക്കും, അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകും. ഒത്തുതീർപ്പിന്റെ ജീവിതമാണ് പിന്നീടുള്ളത്. സ്വന്തം കാര്യം നോക്കി സ്വന്തം കുടുംബം എന്ന ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന പ്രകൃതം. അതിൽ നിന്ന് കുതറിയോടുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് പ്രതികരണശേഷിയായിട്ട് പിന്നീട് നിലനിൽക്കുക. അപ്പൊ പ്രതികരണത്തിന്റെ ഈ പ്രായത്തെ, യൗവനത്തെ തളർത്തുക എന്നൊരു ലക്ഷ്യം ഭരണാധികാരികൾക്കുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് മതവും മയക്കുമരുന്നും അതേപോലെ തന്നെ
കുത്തകകളുടെ വളർച്ചയും എല്ലാം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇത്തരം രാഷ്ട്രീയമായ അജണ്ടകൾ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് രാഷ്ട്രീയമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിനും സ്വത്തിനും കാവൽ നിൽക്കേണ്ട നിയമപാലകർക്ക് എവിടെയെങ്കിലും പിഴവുണ്ടാകുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതുമാണ്, തിരുത്തപ്പെടേണ്ടതുമാണ്. ഇത് രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. സാമൂഹ്യമായി ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുകയാണ്. സാമൂഹ്യമായുള്ള പൊതുബോധം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു, ഈ തലമുറ ദുഷിച്ചതാണ് എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്തുന്നു. വാസ്തവത്തിൽ നിഷ്കളങ്കരായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ഇത്തരത്തിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് അപകടകരമാണ്, തീർത്തും നിന്ദ്യമായ ഒന്നാണെന്ന് പറയേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൾക്കൂട്ടങ്ങൾ ആക്രമിച്ച്, വിദ്യാർത്ഥികൾ സംഘങ്ങളായി ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തുമ്പോൾ അവർ പറയുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആൾക്കൂട്ടങ്ങൾ കൊലപാതകങ്ങൾ നടത്തിയാൽ ശിക്ഷിക്കപ്പെടുകയില്ല. ഇത് കേവലമായി ഒരു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ കാര്യമല്ല. കഴിഞ്ഞ 10-15 വർഷമായി ഇന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. ആൾക്കൂട്ട കൊലപാതകങ്ങൾ തെളിവില്ലാതെ നശിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കുട്ടികളുടെ ബോധമനസ്സിനകത്ത് ഇത്തരം ഒരു ബോധ്യം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആൾക്കൂട്ടമായി ഒരുവനെ കൈകാര്യം ചെയ്താൽ കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കൊരു മധുവിനെ തല്ലിക്കൊല്ലാം, പശുവിന്റെ പേരിൽ നിരവധി ആളുകളെ തല്ലിക്കൊല്ലാം. അങ്ങനെ തല്ലിക്കൊല്ലുന്നത് ശരിയാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണം രാജ്യത്താകമാനം ഉയർന്നിട്ടുണ്ട്. ആൾക്കൂട്ട കൊലകൾ വർദ്ധിച്ചത് കണ്ടു വളരുന്ന ഒരു തലമുറ ഇത്തരത്തിൽ ചിന്തിക്കുന്നതിൽ അവരെ കുറ്റം പറയാനാകില്ല. സാമൂഹികമായ ബോധത്തിൽ അടുത്തത് വളരെ കാലമായി നിലവിലുള്ള ഒരു ബോധമാണ്. എപ്പോഴും കുട്ടികളും യുവത്വവും അപകടകാരികളാണ്, മോശമാണെന്ന ചിന്ത. തല നരച്ചവരൊക്കെ എന്നും കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞ ശീലവും. കുട്ടികൾ എപ്പോഴും കുഴപ്പക്കാരാണെന്ന് പറയാനാണ് മുതിർന്ന തലമുറയ്ക്ക് ഇഷ്ടം. തങ്ങളുടെ വഴിയല്ല അവർ ചരിക്കുന്നത്, അവർ മോശം വഴിയിലാണ്. തങ്ങളുടെ യൗവനത്തിലും കൗമാരത്തിലും ഇതേ അഭിപ്രായമാണ് മുതിർന്നവർ പ്രയോഗിച്ചിരുന്നത് എന്ന കാര്യം അവർ ഓർക്കുന്നില്ല. എന്നും യുവത്വം പതിവ് രീതികൾ വിട്ട് സഞ്ചരിക്കും. അപ്പോൾ പതിവ് രീതികൾ വിട്ട് സഞ്ചരിക്കുന്നവരൊക്കെ നിഷേധികളാണെന്നും കൊള്ളരുതാത്തവരാണെന്നും ദുഷിച്ചവരാണെന്നും നിഷേധികളാണെന്നുമുള്ള ആ പഴയ കാഴ്ചപ്പാട് നിഷേധത്തെ ജനിപ്പിക്കുകയുള്ളൂ. ഒരിക്കലും കുട്ടികളുടെ നന്മ കാണാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമ്മുടെ പൊതുസമൂഹം എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് കുട്ടികൾ കുഴപ്പക്കാരാണ്, അവരെ കൂച്ചുവിലം കിടണം എന്ന ചിന്തയാണ്. ഈ അടുത്ത് വന്ന ഒട്ടേറെ പ്രതികരണങ്ങളിൽ അധ്യാപകരുടെ കയ്യിൽ വടി കൊടുക്കൂ, കുട്ടികൾ നന്നാകും എന്നാണ് പറയുന്നത്. അങ്ങനെ തല്ലിയിട്ട് നേരെയാകാത്ത കുറെ ആളുകളാണ് നമ്മളെന്ന കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ നേരെ ഈ ആക്രമണ മനോഭാവം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ അധികാരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിനകത്ത് അരക്ഷിതമായ അവസ്ഥ ഉണ്ടാവുന്നു. നമ്മുടെ സമൂഹത്തിനകത്ത് മനുഷ്യർ അസ്വസ്ഥരാകുന്നു. അസ്വസ്ഥരാകുന്നിടത്ത് ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന നിലയിലേക്ക് മനുഷ്യർ തരം താഴും. അതിന് കാരണമാകാവുന്നത് എന്ത് എന്ന ഗൗരവമായ പഠനമുണ്ടാകണം. നിർമ്മാണ കേന്ദ്രങ്ങൾ പൂട്ടിക്കാനും അത്തരം കേന്ദ്രങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന വഴികൾ അടയ്ക്കാനും ഇത്തരം തിന്മപ്രവർത്തികളിലൂടെ ജനത്തിന്റെ പ്രതികരണശേഷിയെ തകർക്കുന്ന രാഷ്ട്രീയ ലാക്കുകളെ നേരിടാനും ജനകീയമായ മുന്നേറ്റമുണ്ടാകണം. തീർച്ചയായിട്ടും നിശബ്ദരായി കൂടാത്ത ഒരു സാഹചര്യമാണിത്. കുഞ്ഞുങ്ങളുടെ നേരെ തിരിയുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ ഇങ്ങനെയാകാൻ ഇടവരുത്തുന്ന സാഹചര്യമൊരുക്കുന്ന അതിന് കാരണക്കാരാകുന്നവരെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് ജനകീയമായ അഭിപ്രായം രൂപപ്പെടുക തന്നെ വേണം. സമൂഹത്തിലൊരു വിപത്തുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അനീതി ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണം എന്ന നിലയ്ക്കുള്ള വാക്കാണ് പ്രധാനമായിട്ട് ഉയർന്നു വരിക. കുട്ടികൾ ഇങ്ങനെ ആയിത്തീരുന്നതിന് ആരാണ് കാരണക്കാർ എന്ന നിലയ്ക്ക് നിരവധി അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നാം തന്നെയും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിപ്പോകുന്നതിന് കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കുടുംബങ്ങളിലാണ് കുട്ടികൾ രൂപപ്പെടുന്നത്. സാമൂഹ്യ അന്തരീക്ഷവും രാഷ്ട്രീയ അന്തരീക്ഷവും അരക്ഷിതവും അസ്വസ്ഥവുമാണ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ രൂപപ്പെടുന്നത്? കുട്ടികൾ ഏതൊക്കെ തരത്തിലാണ് കുടുംബങ്ങളിൽ പരിപാലിക്കപ്പെടുന്നത്?
എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വീണു പോകാൻ അവസരമൊരുക്കുന്ന സാഹചര്യങ്ങൾ? അവ നമ്മൾ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടികൾ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ഏറ്റവും പ്രധാനമായി കുട്ടികൾ വേണമെന്നും വേണ്ടെന്നും തീരുമാനിക്കുന്ന നിലയിലേക്ക് എത്തുന്നത് ഏത് കാര്യത്തിലായാലും മാതാപിതാക്കളെ നോക്കിയാണ്. മാതാപിതാക്കൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്നാണ് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുന്നത്? ഉത്തരവാദിത്വപൂർണമായ പരിപാലനമാണ്. ഉത്തരവാദിത്വപൂർണമായി വേണം കുഞ്ഞുങ്ങളെ നമ്മൾ ശുശ്രൂഷിക്കാൻ. നമ്മൾ ശുശ്രൂഷകരാണെന്ന കാര്യം ഓർക്കണം. നമ്മൾ അവരുടെ അധികാരികളല്ല, നമ്മൾ അവരെ ശുശ്രൂഷിക്കാൻ വന്നവരാണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കേണ്ടത്? ആദ്യം വേണ്ടത് അവരവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന ബോധ്യമാണ്. മക്കളെ ഒരു കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞു പഠിപ്പിക്കുന്നതും ജീവിച്ചു പഠിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ്. പറഞ്ഞു പഠിപ്പിക്കുന്ന പാഠങ്ങൾ ബോധമണ്ഡലത്തിൽ നിൽക്കും. ജീവിച്ചു പഠിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ നടപ്പിലാവുക. മാതാപിതാക്കളുടെ വിശ്വാസം എപ്രകാരമാണ് എന്ന കാര്യം. മാതാപിതാക്കൾ ലൗകികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു ഉപകരണമായിട്ട് ദൈവത്തെ കാണുന്നവരാണോ, അഥവാ ദൈവത്തെ പ്രതി മക്കളെ ശുശ്രൂഷിക്കുക എന്ന ദൗത്യത്തിലാണ് തങ്ങളെന്ന് വെളിപ്പെടുത്തുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ഏത് കഷ്ടതയിലും തളർന്നു പോകാതെ ദൈവാശ്രയ ബോധമുള്ളവരായി വളരുകയും ചെയ്യുന്നവരാണോ മാതാപിതാക്കൾ? നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പരിശോധിച്ചാൽ അറിയാം. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുടുംബം അസ്വസ്ഥമാവുന്നു. യേശുവാണ് രാജാവ് എന്ന് വീടിന്റെ മുൻപിൽ എഴുതി വെക്കുന്നതിനേക്കാൾ ജീവിതത്തിന്റെ പ്രയോഗ വഴിയിൽ ക്രിസ്തു ജീവിതത്തിന്റെ ഇടയനായും നാഥനായും നമ്മൾ പരിഗണിക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞ മാർഗത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ, മറ്റുള്ളവരുമായ ഇടപെടലുകളിൽ വിശ്വാസത്തിന്റെ നിലപാടുകൾ സ്വീകരിച്ചാണോ മുമ്പോട്ട് പോവുക? നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിയും നിരാശപ്പെടുത്തിയുമാണോ, അഥവാ അവർക്ക് മാതൃക നൽകാവുന്ന രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? മാതാപിതാക്കളെ മക്കൾ അനുസരിക്കണം. മാതാപിതാക്കളെ മക്കൾ അനുസരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും കൽപ്പന നമ്മോട് പറയുന്നുണ്ട്. 4-ാം പ്രമാണം പ്രത്യേകമായത് പഠിപ്പിക്കും. അങ്ങനെ 4-ാം പ്രമാണം പഠിപ്പിക്കുകയും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിന് മാതാവിനെയും പിതാവിനെയും അനുസരിക്കണം, വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയാണിതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മളെ മറ്റുള്ളവർ അനുസരിക്കണമെന്നത് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെ മറ്റുള്ളവർ പിന്തുടരാൻ ഇടയാകും വിധം നമ്മുടെ ജീവിതം മൂല്യവത്തായി മാറണം. അത്തരത്തിൽ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, വിശ്വാസ വഴിയിലല്ല നമ്മുടെ ജീവിതം. താൽക്കാലികതകളെ നിറവേറ്റാൻ വേണ്ടി, ലോകസാമാന്യതയെ ജീവിക്കാൻ വേണ്ടി, ലോകത്തിന്റെ ആഡംബരങ്ങളിൽ പെട്ടും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും ജീവിതത്തിൽ പൊങ്ങച്ചം കാണിച്ചും ജീവിതം എന്നത് ആഘോഷമാക്കി പുറന്തോട് മാത്രമാക്കി നിർത്തുകയും ആന്തരികമായി ശുഷ്കമായി പോവുകയും ചെയ്യുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. അത്തരത്തിൽ വിദ്വേഷം പുലർത്തുകയും പരസ്പരം കടിച്ചു കീറുകയും മറ്റുള്ളവരുമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും പുറമെയുള്ളവരെ നോക്കി ചിരിക്കുമ്പോഴും അകമേ പല്ലിറുമുന്നതും കുട്ടികൾ കാണുന്നുണ്ട്. നമ്മുടെ കാപട്യമെല്ലാം തിരിച്ചറിയപ്പെടുന്നൊരിടമാണ് കുടുംബം. പുറമേ നമ്മൾ അണിഞ്ഞൊരുങ്ങിപ്പോകും, അകമേ വരുമ്പോൾ ഇതൊക്കെ അഴിച്ചു വെക്കും. അകമേ വരുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം പ്രകടമാകുക. പുറമേ ജനാധിപത്യവാദിയാണ്, അകമേ വരുമ്പോൾ ഫാസിസ്റ്റായിട്ട് മാറും. അവനവനാണ് കേന്ദ്രമെന്ന് വരും, എന്റെ അഭിപ്രായമാണ് ശരിയെന്ന് വാദിക്കും, ഞാനാണ് ശരി, എന്നെ പിന്തുടരുക എന്നാണ് മിക്കവാറും മാതാപിതാക്കൾ പറയുന്നത്. എന്നെ കണ്ടുപഠിക്കും. യഥാർത്ഥത്തിൽ കണ്ടുപഠിക്കാൻ പറയേണ്ടത് എന്നെയല്ല. എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് പരിമിതിയുണ്ട്, നീ എന്നിലേക്കല്ല നോക്കേണ്ടത്, നീ ക്രിസ്തുവിലേക്കാണ് നോക്കേണ്ടത്, നീ വിശുദ്ധാത്മാക്കളെയാണ് നോക്കേണ്ടത്. എനിക്ക് 100 പിഴവുകളുണ്ട്, എനിക്കിപ്പോഴും പറ്റുന്നില്ല എന്ന് ആത്മവിമർശനപരമായി സ്വയം വെളിപ്പെടുത്താൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. എനിക്ക് കുറവുകളുണ്ട്, എന്നെ കണ്ടു പഠിക്കരുത്, നീ ഈശോയിലേക്ക് നോക്കണം എന്നല്ല മാതാപിതാക്കൾ പറയുന്നത്. ഞാൻ പറയുന്നത് അനുസരിക്കണം, എന്റെ നിലപാടാണ് ശരി, ഈ വഴിയെ ചരിക്കണം. പറയുന്നയാൾ തന്നെ പറയുന്നത് നിഷേധിക്കുന്ന നിരവധി അനുഭവങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. വീട്ടിൽ പിരിവുകാരെത്താണ്, അപ്പൻ വീടിനകത്ത് കയറി വിളിച്ചിരുന്നു, കുഞ്ഞിനോട് പറയുകയാണ് അപ്പൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും. കുട്ടി നിഷ്കളങ്കമായവർ വരുമ്പോൾ പറയും അപ്പൻ ഇവിടെ ഇല്ല, അവർ തിരിച്ചു പോകും. യഥാർത്ഥത്തിൽ ആ കുട്ടിയെ കൊണ്ട് നുണ പറയിച്ചത് പിതാവാണ്. ഇനി ആ കുട്ടിയോട് നുണ പറയരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നിങ്ങൾ മാതാപിതാക്കൾ ലഹരി ഉപയോഗിക്കാത്തവരാകാം, അക്രമങ്ങളിൽ പൊതുവായി ഇടപെടാത്തവരാകാം, പക്ഷെ എന്ത് നിലപാടാണ് ഹൃദയത്തിലുള്ളത്?
ഈ സാമൂഹ്യമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പലതും ചെയ്യാത്തത് നിയമത്തെ ഭയന്നും ജീവിതത്തെ ഭയന്നുമാണ്. ഹൃദയം കൊണ്ട് വെറുപ്പും വിദ്വേഷവും പുലർത്തുകയും അവരൻ തിന്മയാണെന്ന് പറയുകയും മറ്റുള്ളവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കുകയും അതേസമയം തന്നെ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ആ കുഞ്ഞ് അസ്വസ്ഥനാകും. അത് അതിന്റെ വഴിക്ക് പോകും. കണ്ടുപഠിക്കുന്ന പാഠത്തെയാണ് അനുസരിക്കുന്നത് വാക്കുകളെയല്ല. വാക്കുകളെ അനുസരിക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് 10 കൽപ്പനകൾ നൽകി പ്രവാചകന്മാരിലൂടെ വചനത്തിന്റെ പൊരുൾ പറഞ്ഞു മനസ്സിലാക്കി ദൈവജനത്തെ നയിച്ചിട്ടും ആ ദൈവജനത്തിന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മോശയെ കണ്ടില്ല എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. മോശയിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കില്ലായിരുന്നു. ദൈവം എന്താ ചെയ്തത്? മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നടപ്പുള്ള കാര്യമല്ല എന്നറിയാവുന്ന ദൈവം തന്റെ പുത്രനെ തന്നെ അയച്ച് അവന്റെ അനുസരണം വഴി നമ്മെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. ഇത് മാതാപിതാക്കളുടെ മുമ്പിൽ ദൈവം വയ്ക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്, നിങ്ങളെ തന്നെ മനസ്സിലാക്കുകയാണ്, ആത്മവിമർശനപരമായി തിരിച്ചറിയുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനെ പ്രതി ജീവിക്കുകയാണ് വേണ്ടത്. കർത്താവിനെ പ്രതി അല്ലാതായി പോകുന്നു ജീവിതം. വിശ്വാസത്തിലുണ്ടാകുന്ന ഈ പിഴവ് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ മാർഗഭ്രംശം സംഭവിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് പറ്റിയ വീഴ്ചയുണ്ട്. വിശ്വാസപരമായ വീഴ്ചയിലാണോ നമ്മളെന്ന് വ്യക്തമായി പരിശോധിക്കാൻ തയ്യാറാകണം. വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. ക്രിസ്തുവിലുള്ള ജീവിതം ശുശ്രൂഷയുടേതാണ്. കുഞ്ഞുങ്ങൾ നമ്മുടെ അടിമകളോ വിധേയരോ അല്ല. കുഞ്ഞുങ്ങൾ ദൈവം തന്ന സമ്മാനമാണെന്നും ശുശ്രൂഷിക്കാനാണ് നാം വിളിക്കപ്പെടുന്നതെന്നും അവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ സ്വയം ഉപേക്ഷയാണ് നമുക്കുണ്ടാകേണ്ടതെന്നും ഞാനാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ കുടുംബത്തിനകത്ത് ജീവിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണെന്ന് തിരിച്ചറിയണം. നമ്മളെയാണ് കുഞ്ഞുങ്ങൾ ദൈവങ്ങളായി കാണുന്നതെങ്കിൽ നിശ്ചയമായും അവർ ദൈവമില്ലെന്ന് പറയും. അതുകൊണ്ട് വിശ്വാസപരമായ വീഴ്ച ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം. ഒന്ന്, അവനവൻ ദൈവമാണ്. കുടുംബത്തിൽ പിതാവ് ദൈവമാണ്, മാതാവ് ദൈവമാണ്. തങ്ങൾ പറയുന്നതിന് വിധേയപ്പെടണം, തങ്ങളെ അനുസരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നാണ് പറയുന്നതെങ്കിൽ അവനവൻ ദൈവമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ അവനവൻ ദൈവമാകുന്നിടത്ത് കുഞ്ഞുങ്ങളും അവനവൻ ദൈവമായിട്ട് മാറും, സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകും. രണ്ടാമത്, നമ്മുടെ കുടുംബങ്ങളിലെ ദൈവം സമ്പത്താണ്. സമ്പത്ത് വിഗ്രഹാരാധനയാണെന്ന് കൊളോസ്യ ലേഖനം 3:5 പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ വിഗ്രഹാരാധന സമ്പത്താണ്, ദ്രവ്യാസക്തിയാണ്. നമ്മുടെ മാതാപിതാക്കൾ ദ്രവ്യാസക്തിയുള്ളവരാണോ? നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്ക്. പണമാണോ നമ്മുടെ ജീവിതത്തിലെ പ്രധാനം? കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ പണം ഉണ്ടാകണം. പണമില്ലെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് പിതാവിന്റെ മുഖം ഇരുളും. അമ്മ കുട്ടിയോട് പറയും, അപ്പന്റെ അടുത്ത് പോകരുത്, അപ്പം ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, കാശില്ലാത്തതാണ്. പണമാണ് ദൈവമെന്ന് കരുതുന്ന രീതിയിൽ, പണമാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലാണ് കുടുംബാന്തരീക്ഷം. ആ കുടുംബത്തിന് ദൈവം പണമാണ്. അതുകൊണ്ട് കുട്ടികൾ യഥാർത്ഥ ദൈവത്തെ അനുഭവിക്കുന്നില്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുന്നില്ല. ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉപേക്ഷിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല. അവരെ വിദ്വേഷത്തിലേക്ക് വളരാൻ അത് കാരണമായിട്ട് മാറും. അവരെ എതിർക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, അനിഹിലേഷൻ ഓഫ് ദി അതർ എന്ന് പറയുന്ന ഒരു ഭാവം കുട്ടികളിൽ വളർത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളാണ്. മാതാപിതാക്കൾ തമ്മിൽ പരസ്പര ബഹുമാനത്തിലാണോ? പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ലോകത്തുള്ളത്. ക്രിസ്തുവിനെ പ്രതി അവരെ സ്വീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം നിരന്തരം അപമാന വർഷങ്ങൾ ചൊരിയുന്ന, പരസ്പരം കുറ്റം പറയുന്ന, ലോകത്തിന് മുൻപിൽ പരസ്പരം അപമാനിക്കുന്നവരായി, ഒരിക്കലും വിധേയപ്പെടാത്തവരായി മാതാപിതാക്കൾ ജീവിക്കുന്നു. മക്കൾ തന്നെ ചോദിക്കുകയാണ്, എന്തിനിങ്ങനെ ജീവിക്കണം? നിങ്ങൾക്ക് വിവാഹമോചനം നടത്തിക്കൂടെ? നിങ്ങളുടെ ബന്ധം ശരിയല്ലല്ലോ. മക്കൾ തന്നെ കാണാൻ. കാരണം ഈ മക്കളുടെ മുൻപിൽ വെച്ചും നാട്ടുകാരോടും പരസ്പരമുള്ള വിഴുപ്പുകൾ അലക്കുന്ന, അല്ലെങ്കിൽ കുറ്റം പറയുന്ന, അപമാനിക്കുന്ന, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മത്സരക്കളമായി കുടുംബം മാറുന്നതാണ് കുഞ്ഞുങ്ങൾ കാണുന്നത്. അത്തരം കുഞ്ഞുങ്ങൾ എങ്ങനെ വ്യക്തിബന്ധങ്ങളെ മാനിക്കും? ഉടലിന്റെ ഭാഗമായി മാറേണ്ട, പരസ്പരം ഒന്നായിത്തീരേണ്ട ദമ്പതിമാർ കുടുംബത്തിനകത്ത് പരസ്പരം പോരുകോഴികളെ പോലെയാകുകയും അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി എന്ത് തരത്തിലും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വരുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ തന്നെ കുട്ടി എപ്പോഴും എതിരാളി എങ്ങനെ നേരിടാമെന്നാണ് പഠിക്കുന്നത്. ഒരു കുടുംബത്തിലെ വഴക്കിനെ സംബന്ധിച്ച് പറയാം. അപ്പനും അമ്മയും തമ്മിൽ വഴക്കാണ്. കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണമോ മലയാളം മീഡിയത്തിൽ ചേർക്കണമോ? തമ്മിൽ കലഹം ഉണ്ടായി. അപ്പം പറഞ്ഞു മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചാൽ മതി. അമ്മ പറഞ്ഞു അല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം. തർക്കം ഉണ്ടായി.
തർക്കമുണ്ടായാൽ കുട്ടി പഠിക്കുന്നത് എന്താണ്? കുട്ടി പഠിക്കുന്നത് ഇംഗ്ലീഷും അല്ല മലയാളവും അല്ല, കുട്ടി പഠിക്കുന്നത് തർക്കമാണ്, കലഹമാണ് കുട്ടി പഠിക്കുന്നത്, യുദ്ധമാണ് കുട്ടി പഠിക്കുന്നത്. ഭാഷ മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോരുകോഴികളാക്കി മാറ്റുന്നു. അത്തരത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ എന്ത് നീച ഭാഷയും എന്ത് നീച രീതിയും ഉപയോഗിക്കാമെന്ന കാര്യം കുട്ടികൾക്ക് പകർന്നു കിട്ടുന്നത് സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണോ എന്ന് വ്യക്തിപരമായി ഒന്ന് സ്വയം വിമർശനപരമായി ഒന്ന് ആലോചിക്കണം. അവരെ തുല്യനായി കാണാൻ, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ, സ്വന്തം അഭിപ്രായങ്ങളിൽ നിലനിൽക്കുമ്പോൾ പോലും അപരത്വത്തെ മാനിക്കാനുള്ള മാനവികമായ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നവരായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അവിടെ നിന്ന് വരുന്ന കുട്ടിക്ക് ഇതേപോലെ അപരനിഗ്രഹത്തിന്റെ ഭാവം ഉണ്ടാകും. കുട്ടിയെ നിയന്ത്രിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല, ഒരു നിയമത്തെ കൊണ്ട് സാധിക്കില്ല. കാരണം അവന്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ളത് വിദ്വേഷത്തിന്റെ ശക്തിയാണ്, വിദ്വേഷമാണ് അവന്റെ ഭാഷ. ഇത് കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്ക്, ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന കുട്ടികളൊക്കെ മുഖത്തേക്ക് നോക്ക്, എത്ര നിഷ്കളങ്കരാണ്. ഈ വീണു പോയെന്ന് പറയുന്ന കുട്ടികളൊക്കെ എത്ര നിഷ്കളങ്കരാണ്. അവരുടെ മുഖത്തേക്ക് നോക്ക്. അവർ വളർത്തപ്പെട്ട സാഹചര്യങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഞെരുക്കങ്ങൾ അവരെ ഇപ്രകാരമാക്കി മാറ്റുന്നു. അവർ സ്നേഹം അനുഭവിക്കാത്തത് കൊണ്ട് സ്നേഹരഹിതരായി മാറുന്നു. സ്നേഹിക്കുന്നുവെന്ന പേരിൽ പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് കീഴ്പ്പെടുത്തലിന്റെ മനോഭാവമാണ്. താൻ തന്നെയാണ് ശരിയെന്ന അഹംബോധത്തിന്റെ ശക്തിയാണ്. അത് കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്നു. മക്കളെ വളർത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നോടൊരു അമ്മ പറഞ്ഞത്, 18 വയസ്സ് വരെ ഞാൻ ഇവളെ വളർത്തി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് പകരം ഒരു പശുക്കുഞ്ഞിനെ വാങ്ങിച്ച് വളർത്തായിരുന്നില്ലേ? ചില പറയല്ലോ വാഴ വെക്കാന്നൊക്കെ. നല്ലത് അതാന്നേ. മക്കളെ വളർത്തുക എന്നത്, മക്കൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ഒരു ശുശ്രൂഷയാണ്. അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് മാതാവും പിതാവുമായി നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുക എന്ന ദൗത്യത്തിലാണെന്ന കാര്യം ഓർക്കണം. അവർ അടിമകളല്ല. മക്കളെ അടിമകളാക്കി വയ്ക്കുകയാണ്. കർക്കശമായ നിയമമാണ്. വീട് ജയില് പോലെയാണ്. അതിനകത്ത് സംഭാഷണത്തിന് അവകാശമില്ല. മാതാവോ പിതാവോ തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരഭിപ്രായവും പറയാൻ പാടില്ല. എല്ലാം അവർ പറയുന്നത് കേട്ട് ജീവിക്കണം. ഇത് അനുസരണമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അനുസരിക്കുന്നതിനെ കുറിച്ച്. പ്രഭാഷകന്റെ പുസ്തകം അന്നത്തെ സാമൂഹ്യമായ നിയമമാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിയമമാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് അതിനേക്കാൾ ഉയർന്നൊരു കാഴ്ചപ്പാട് ക്രിസ്തു നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. യേശു ക്രിസ്തു പറയുന്നത് സ്വർഗരാജ്യത്തിന് വലിയവർ ഈ കുഞ്ഞുങ്ങളാണെന്നാണ്. നിഷ്കളങ്കരാണ്, ഇവരെ പോലെ ആയിത്തീരണമെന്നാ. നമ്മളെപ്പോലെ ആയിത്തീരാൻ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ ആകണമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അവരുടെ നിഷ്കളങ്ക ഭാവത്തിലേക്ക് നമ്മൾ വരേണ്ടതിന് പകരം നമ്മൾ അവരുടെ മേൽ അടിമത്വം അടിച്ചേൽപ്പിക്കുന്നു. എൻ്റെ അമ്മൂമ്മ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് അമ്മൂമ്മയെ വിരളമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് വരാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പൻ എവിടെയെങ്കിലുമൊക്കെ ദൂരത്ത് കച്ചവടത്തിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഈ അമ്മൂമ്മ വീട്ടിൽ വരിക. 1-2 തവണ അമ്മൂമ്മ വീട്ടിൽ വന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്. അങ്ങനെ അമ്മൂമ്മ വീട്ടിൽ വരുമ്പോൾ അമ്മ കുട്ടികളെ ശകാരിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്ന പ്രകൃതം ഉള്ളതാണ്. അമ്മ ദേഷ്യപ്പെടും കുട്ടികളോട്. അപ്പൊ ഒരിക്കൽ അമ്മൂമ്മ വന്നപ്പോ ഞങ്ങളോട് ആരോടോ അമ്മ ദേഷ്യപ്പെട്ടു. അമ്മ ദേഷ്യപ്പെട്ട് ഷാർപ്പായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ, വിദ്യാഭ്യാസം താരതമ്യേന കുറവുള്ള വളരെയധികം പ്രായമുള്ള ഈ അമ്മയെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഞാൻ ഇന്നത് മറന്നിട്ടില്ല. അമ്മൂമ്മ പറഞ്ഞത്, മോളെ, കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോടെന്ന പോലെ സംസാരിക്കൂ. കുഞ്ഞുങ്ങളുടെ നേരെ ബലപ്രയോഗം അരുത്. അവർ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളോടെന്ന പോലെ സംസാരിക്കൂ. നമ്മൾ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളോടെന്ന പോലെയാണോ? നമ്മൾ സംസാരിക്കുന്നത് അറിവിലൊക്കെ തികഞ്ഞ ആളുകളെ കാര്യം പറഞ്ഞ് ബോധിപ്പിച്ച് പഠിപ്പിച്ച് ശരിയാക്കി എടുക്കാമെന്ന നിലയ്ക്ക് ആധിപത്യം പുലർത്താൻ ശ്രമിക്കുകയാണ് അവരുടെ നേരെ. ഇങ്ങനെ ആധിപത്യം പുലർത്തുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടികൊണ്ട് 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 അടിക്കാൻ പഠിക്കും. അങ്ങനെയാണ് പാഠം. ഒരു വീട്ടിൽ കലഹം ഉണ്ടാകുകയാണ്. അമ്മായിമ്മയും മരുമോളോട്ടാണ് കലഹം. മകനൊന്നും ശ്രദ്ധിക്കാതെ മുൻവശത്തിരുന്ന് പത്രം വായിക്കുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അടുത്ത ബഹളം മൂത്ത് അമ്മ പറയുന്നതിന് 4 ഇരട്ടിയായി മകൾ പറയുന്നു. അമ്മ അടിക്കാൻ ചെല്ലുന്നു, മകളും അടിക്കാൻ ചെല്ലുന്നു. അമ്മ ചോദിക്കുകയാണ്, നീ ഇത് കാണുന്നില്ലേ?
മകൻ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു അമ്മ ജയിച്ചു. അമ്മ ചോദിച്ചു, എങ്ങനെ ജയിച്ചു? അമ്മ ഇത്രയും കാലമായി എങ്ങനെ തല്ലി പിടിക്കണമെന്നാണ് അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കറക്റ്റായി. അമ്മ ചെയ്യുന്ന അതേപോലെ തന്നെ അവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മ ആ കാര്യത്തിൽ ജയിച്ചു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പിഴവുണ്ടാകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അതിനകത്ത് പുറകിലുണ്ടോ? അവരെ അടിമയാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ നമുക്കടിമകളായി തൽക്കാലത്തേക്ക് ജീവിച്ചേക്കും. മറ്റുള്ളവരെ അടിമകളാക്കാനുള്ള ഒരു സ്വഭാവം നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അത് പൊതുസമൂഹത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ അക്രമ സ്വഭാവത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തങ്ങൾക്ക് ജീവിതത്തിൽ കഴിയാതെ പോയതൊക്കെ മക്കൾ നിറവേറ്റണമെന്നാണ് മാതാപിതാക്കളുടെ ആഗ്രഹം. അമ്മയ്ക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, കുട്ടി ഡാൻസ് പഠിക്കണം. അപ്പന് പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, കുട്ടി പാട്ട് പാടണം. കുട്ടിയുടെ അഭിലാഷം എന്താണെന്നോ അഭിരുചി എന്താണെന്നോ ശ്രദ്ധിക്കുന്നില്ല. ഓടാൻ ഇഷ്ടമുള്ള കുട്ടിയെ കൊണ്ട് പാട്ട് പാടിക്കാൻ ശ്രമിക്കുന്നു. കുട്ടി ഓടുന്നുമില്ല, പാടുന്നുമില്ല. ആ കുട്ടിയെ മണ്ടൻ എന്ന് വിളിക്കുന്നു. കുട്ടി നിരുന്മേഷനാവുകയാണ്. ഡാൻസ് കളിക്കാനായിട്ട് അമ്മ നിർബന്ധിക്കുന്നു. കുട്ടിക്ക് പാട്ട് പാടാനാണ് ഇഷ്ടം. പാട്ടും ഡാൻസും തമ്മിൽ ചേരാത്തത് കൊണ്ട് അവിടെ എത്തിച്ചേരുന്നില്ല. മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായി തങ്ങൾക്ക് കഴിയാതെ പോയവയൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിക്കാമെന്ന നിലയ്ക്ക് വരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മേൽ ഈ ഭാരം അടിച്ചേൽപ്പിക്കുന്നു. തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടിക്ക് മനംമടുപ്പുണ്ടാകുന്നു. അത് പ്രകടിപ്പിക്കാൻ അടിമയായ കുട്ടിക്ക് അവകാശമില്ല. അതുകൊണ്ട് കുട്ടി അടിമത്വത്തിൽ ഇതിനൊക്കെ വിധേയപ്പെടുന്നു. ഉള്ളിൽ കുട്ടി ഒരു എതിർപ്പിന്റെ ഭാവം വളർത്തുന്നു. ഇതിനോടൊക്കെ എതിർപ്പുള്ള, ഒന്നിനെയും സ്വീകരിക്കാൻ കഴിയാത്ത ഒരാളായി കുട്ടി മാറിത്തീരുന്നു. കുട്ടികളാണൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നിക്ഷേപം കൊടുക്കുകയാണ്. കുട്ടിക്ക് വേണ്ടി LKG മുതൽ പ്രീ സ്കൂൾ മുതൽ നമ്മൾ നിക്ഷേപം നടത്തുകയാണ്. ഈ നിക്ഷേപം നടത്തി ഈ കുട്ടിയെ പണം കായ്ക്കുന്ന മരമാക്കി മാറ്റാം എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ നിക്ഷേപങ്ങൾ ഈ കുട്ടിയുടെ മേൽ ചൊരിയുന്നു. ഒരു കച്ചവടമായിട്ടാണ് ഈ വളർത്തലിനെ കാണുന്നത്. എത്രയേറെ ഞാൻ മുടക്കിയെന്ന് മാതാപിതാക്കൾ അഭിമാനപൂർവ്വം പറയുന്നു. ഇത് നാണം കെട്ട അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു പിതാവ് കുട്ടിയോട് പറയാണ്, 10 ലക്ഷം രൂപ മുടക്കിയാണ് നിന്നെ പഠിപ്പിച്ചത്. ജനിപ്പിച്ചത് തന്നെ കുട്ടിയോട് ചോദിച്ചിട്ടാണോ? ആ കുട്ടിയുടെ അഭിലാഷപ്രകാരമാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? ആ കുട്ടിക്ക് പേരിട്ടത് നിങ്ങളോട് കുട്ടി പറഞ്ഞതനുസരിച്ചാണോ? ആ കുട്ടിയെ പഠിപ്പിച്ചത് ആ കുട്ടി പറഞ്ഞിട്ടാണോ? നമ്മൾ ദൈവത്തിൽ നിന്ന് എടുത്തൊരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് ഈ കുട്ടിയോട് കാണിക്കാൻ ദൈവത്തെ പ്രതി നമ്മൾ നിയോഗിക്കപ്പെടുന്നു. നമ്മൾ ശുശ്രൂഷകരാണെന്ന ഭാവം മറന്ന് ഈ കുഞ്ഞിന് വേണ്ടി ഇത് ചെയ്തു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ, ഇതിനെ കടക്കാരനായി കുട്ടിയെ മാറ്റുമ്പോൾ കുട്ടി നിഷേധിയായിട്ട് മാറും. ഒരു കച്ചവടത്തിലെ മുതലായിട്ട് ചരക്കായിട്ട് കുട്ടിയെ മാറ്റുന്ന രീതിയിൽ. കല്യാണം വരെ അങ്ങനെയാണല്ലോ. സ്ത്രീധനം കൊടുത്ത്, ഇത്ര കൊടുത്ത് കെട്ടിച്ചു, ഇത്ര കാറ് കൊടുത്തു, ഇത്ര സ്ഥലം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അഭിമാനപൂർവ്വം നമ്മൾ പറയാണ്. ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി എന്ന വ്യക്തിയെ നമ്മൾ തള്ളിക്കളയുകയും നമ്മൾ കേവലം ഒരു കച്ചവട ബന്ധത്തിനകത്ത് ഉറപ്പിക്കുകയും ചെയ്യും. കച്ചവടങ്ങൾ എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവയാണ്. കുട്ടി ചരക്കായി മാറുമ്പോൾ നിശ്ചയമായും ആ കുട്ടി പൊതു മാർക്കറ്റിലും അതേപോലെ തന്നെ വില പറയപ്പെടും. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിനകത്ത് കുഞ്ഞുങ്ങൾ തങ്ങളെ തന്നെ വില കുറച്ച് കാണുന്നു. തങ്ങൾ വ്യക്തികളായിട്ട് കാണുന്നില്ല. ഒരു പേഴ്സണൽ ഡിഗ്നിറ്റി, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ദൈവമകനാണ്, ഞാൻ ദൈവമകളാണ്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ ഇങ്ങനെ കാണണം, സ്നേഹത്തോടെ വർത്തിക്കണം, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്, ദൈവം എന്നെ ഭൂമിയിലേക്ക് വിട്ടത് ദൈവേഷ്ടപ്രകാരം ജീവിക്കാനാണ്, സ്നേഹത്തിൽ ജീവിക്കാനാണ്, കരുണ കാണിക്കാനാണ് എന്ന ബോധമല്ല കുട്ടിയിലുണ്ടാകുന്നത്. കുട്ടിയിലുണ്ടാകുന്നത് ഞാൻ ഇങ്ങനെ മാതാപിതാക്കളുടെ നിക്ഷേപമാണ്. അവർ ഇത്രയും നിക്ഷേപിച്ചത് 4 ഇരട്ടി ഉണ്ടാക്കാനാണ്. 40 ലക്ഷം കൊടുത്ത് മെഡിസിൻ സീറ്റ് വാങ്ങി സർജറി പഠിക്കുന്ന കുട്ടി ഏത് ആളുടെയും പണ്ടം കുത്തിക്കേറി കാശ് മേടിക്കാൻ ശ്രമിക്കും. കാരണം ആ കുട്ടി പഠിക്കുന്നത് വ്യാപാര മൂല്യമാണ്, തന്റെ വ്യാപാര മൂല്യമാണ്. വ്യക്തിത്വ മൂല്യം അല്ല അവിടെ ഉള്ളത്. പ്രകാശിതമാകുന്നത് വ്യാപാര മൂല്യമാണ്. അതുകൊണ്ട് ആ കുട്ടി അധാർമികനായി മാറുമ്പോൾ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് ആ കുട്ടിയെക്കുറിച്ച് പ്രതീക്ഷിച്ചത്? ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഈ കുട്ടിയെ ദൈവത്തിന്റെ സമ്മാനമായി കരുതുകയും ദൈവത്തെ പ്രതി ശുശ്രൂഷിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും അങ്ങനെ സമാധാനത്തിലാവുകയും ചെയ്തിരുന്നെങ്കിൽ നിശ്ചയമായും ദൈവോന്മുഖനായി മാറിയനെ കുട്ടി. ആ കുട്ടി ഒരു കാരണവശാലും സമൂഹത്തിനൊരു ബാധ്യതയോ ഭീഷണിയോ ആവുകയില്ലായിരുന്നു. മക്കൾ പഠിച്ച് വിശുദ്ധരാകണമെന്ന് ആലോചിക്കുന്ന എത്ര പേരുണ്ട്? മക്കൾ പഠിക്കണം, വിശുദ്ധരാകണമെന്നല്ല നമ്മൾ ആലോചിക്കണേ. മക്കൾ പഠിക്കണം, എന്നിട്ട് കാശുണ്ടാക്കണം, വലിയവരാകണം. മനുഷ്യരാകണമെന്ന് പോലും നമ്മൾ ആലോചിക്കുന്നില്ല. വിശുദ്ധരാകണമെന്നുള്ളത് പോട്ടെ, മനുഷ്യരാകണമെന്നുള്ളത് പോലും ആഗ്രഹിക്കുന്നില്ല. ഒരു പെൺകുട്ടിയെ പണ്ടിരിക്കൽ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു മാതാപിതാക്കൾ.
അപ്പൊ ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ വിചാരിക്കുന്നത് ഈ കുട്ടി എന്തെങ്കിലും വലിയ തെറ്റിപ്പെട്ടു പോയിട്ട് കൊണ്ടിരുന്നതായിരിക്കും. ആ കുട്ടിക്ക് മഠത്തിൽ ചേരാനാണ് ആഗ്രഹം, കന്യാസ്ത്രീ ആവാനാണ് ആഗ്രഹം. എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിക്കാൻ വേണ്ടി ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു നോക്കി, കാലിൽ പാദസരിട്ട് കൊടുത്തു നോക്കി, പല പണി ചെയ്തു നോക്കിയിട്ടും കുട്ടി പറയുന്നത് കുട്ടിക്ക് ഇതൊന്നും വേണ്ട, കുട്ടിക്ക് മഠത്തിൽ പോയാൽ മതി. അങ്ങനെ പറയുന്ന കുട്ടിയെ മാനസാന്തരപ്പെടുത്തി എങ്ങനെയെങ്കിലും ലോകത്ത് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അതിനാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കുട്ടികളെ വളയ്ക്കാൻ, അതാണ് വളർത്തലെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണേ. അങ്ങനെ വളയ്ക്കാൻ ശ്രമിക്കുന്നവരായിട്ട് മാതാപിതാക്കൾ മാറിത്തീരുന്നു. നല്ല മനുഷ്യരാവണമെന്നും പരസ്നേഹത്തിൽ ഒന്നി ജീവിക്കണമെന്നും എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത എന്തുകൊണ്ടാണ്? പ്രളയം ഉണ്ടായ സമയത്ത് ഞാൻ പ്രളയത്തിൽ പെട്ടൊരാളാണ്. ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി. തിരികെ വന്നിട്ടും പ്രളയത്തോട് അനുബന്ധമായ കാര്യങ്ങളിൽ മിനിസ്ട്രി എന്ന നിലയ്ക്ക് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുകയാണ്. എനിക്ക് വിഷമമുണ്ടായ ഒരു കാര്യം, എൻ്റെ വീട്ടിലൊരു ആൺകുട്ടിയുണ്ട്. അവൻ യുവത്വത്തിലേക്ക് കാലൂന്നുന്ന സമയമാണ്. പക്ഷെ അവൻ എങ്ങും പോകുന്നില്ല ആരെയും രക്ഷിക്കാനും സഹായിക്കാനും. ഞാൻ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ വരുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന മുഴുവൻ ആൺകുട്ടികളാണ്. അവരൊക്കെ നിഷേധികളെന്ന് പലപ്പോഴും വിളിക്കപ്പെട്ടവരാണ്. അവർ മഴ നനഞ്ഞ് ആൺകുട്ടികളും പെൺകുട്ടികളും രാപകൽ ഭേദമന്യേ ഈ പ്രളയത്തിലകപ്പെട്ടു പോയവർ ശുശ്രൂഷിക്കുകയാണ്. അങ്കമാലി ഭാഗത്തും തൃശ്ശൂരും ഒക്കെ യാത്ര ചെയ്യുന്ന വേളകളിൽ കാണാൻ പറ്റി. അവിടെ ഒഴുകിപ്പോയ റോട്ടിൽ നിന്ന് ആളുകളെ മാറ്റി വിടാനും വീടുകളിൽ നിന്ന് ആളുകൾ രക്ഷിക്കാനും ഒക്കെ ചെറുപ്പക്കാർ, എല്ലാവരും നിഷേധികളെന്നും കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ ആളുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞുങ്ങളെ നമ്മൾ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണം, മനുഷ്യത്വമുള്ളവരാക്കി മാറ്റണം. അതിന് പകരം നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അവരെ കൂച്ചുവിലങ്ങിടാനാണ്, അവരെ തങ്ങളുടേതാക്കി ഒരു ഉടമാവകാശത്തിന് കീഴിലാക്കി നിർത്താനാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? സമ്പത്ത് നേടണം, അതാണ് പ്രധാനം. പഠിച്ച് ജോലി നേടണം, അമേരിക്കയിൽ പോകണം, കാശുണ്ടാക്കണം, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പഠിപ്പിക്കുന്നത് എന്താ? തൻ കാര്യം നോക്കി ജീവിക്കണം. നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത്, ആരും സഹായിക്കാൻ പോകരുത്, പൊതുകാര്യങ്ങളിൽ ഇടപെടരുത്. ഈ പഠിപ്പിക്കുന്നതിന്റെ ദൂഷ്യഫലം എന്താണെന്നറിയാമോ? അപ്പനെയും അമ്മ അവസാനം തള്ളും. കാരണം സ്വന്തം കാര്യം നോക്കണമെന്നാണല്ലോ പഠിപ്പിച്ചേക്കടെ. അവർ പഠിപ്പിച്ച പാഠം കൃത്യമായിട്ട് പഠിച്ചാൽ കുട്ടി മാതാപിതാക്കളെ പിന്നെ നോക്കില്ല. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, അതാണ് ജീവിതമെന്ന് പഠിപ്പിക്കുന്നതിന് പകരം, അവരോന്മുഖമായി വളർത്തുന്നതിന് പകരം വിശ്വാസത്തിന് വിപരീതമായി സ്വന്തം കാര്യം നോക്കി ജീവിക്കണം, അവനവൻ കുടുക്കിൽ പെടണം എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിരന്തരം ഉപദേശമാണ്. വീട് ഒരു മടുപ്പിക്കുന്നതായിട്ട് മാറണം കുട്ടിക്ക്. എപ്പോ കണ്ടാലും ഉപദേശം. നമുക്ക് തന്നെ ഉപദേശം ഇഷ്ടമല്ല ആരുടെയും. നമുക്ക് ആരുടെയെങ്കിലും ഉപദേശം ഇഷ്ടമാണോ? നിരന്തരം നമ്മെ കാണുമ്പോൾ ഉപദേശിക്കുന്ന ഒരാളെ കണ്ട് നമ്മൾ വഴിമാറിപ്പോവില്ലേ? നിർബന്ധിതമായി കുടുംബത്തിൽ കിടക്കേണ്ട കുട്ടി, വേറെ മാർഗമില്ലാത്തൊരു കുട്ടി ആ കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോൾ മാതാപിതാക്കൾ നിരന്തരമായി ഉപദേശങ്ങൾ കൊണ്ട് ചെന്നാൽ നിശ്ചയമായിട്ടും ആ കുട്ടി വഴിതെറ്റും. ഓരോ ഉപദേശവും നേർ വിപരീതത്തിലേക്ക് നയിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിനകത്ത് കുട്ടിക്ക് സ്വതന്ത്രമായി സ്വന്തം അഭിപ്രായം പറയാനും അവൻ എങ്ങനെയാണെന്ന് വെളിപ്പെടുത്താനും അവസരമുണ്ടായിരുന്നെങ്കിൽ, ആ കുട്ടിക്ക് മാതാപിതാക്കളെ നോക്കി വളർന്നാൽ ഉപദേശം ലഭിക്കുമായിരുന്നെങ്കിൽ, അനുസരിക്കാൻ ഇടയാകും വിധം മാതൃകാപരമായ ജീവിതമാണ് മാതാപിതാക്കൾ നയിച്ചിരുന്നതെങ്കിൽ ആ കുട്ടിയോട് ഒരു വാക്കും പറയേണ്ട കാര്യമില്ല. ചിലരൊക്കെ അഭിമാനപൂർവ്വം പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടിക്കുമായിരുന്നു, ചോറ് തരൂലായിരുന്നു, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടികൊള്ളുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ അപ്പനും അമ്മയും ചാകണ നേരത്ത് കൊച്ചു പറയും ദുഷ്ടം മരിച്ചു രക്ഷപ്പെട്ടെന്ന് പറയും. അതേസമയം കുട്ടികൾ ഇരിക്കട്ടെ, അവർ എങ്ങനെയും ഇരിക്കട്ടെ, നമ്മൾ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നമ്മൾ മാതൃക കാണിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, മറ്റുള്ളവർ സ്നേഹത്തിലാണ് വർത്തിക്കുന്നതെങ്കിൽ, ശുശ്രൂഷ ചെയ്യുന്ന മനോഭാവമാണുള്ളതെങ്കിൽ, ബഹുമാനിക്കുന്ന മനോഭാവമാണുള്ളതെങ്കിൽ, കുട്ടി അത് കണ്ടു പഠിച്ചേനെ. കുട്ടി കണ്ടു പഠിച്ചത് മുഴുവനും വേണ്ടാദീനങ്ങളാണ്. കേട്ടു പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവനും നല്ല കാര്യങ്ങളാണ്. ഈ വൈരുദ്ധ്യം കുട്ടികളെ വഴിതെറ്റിക്കും. നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്നതിൽ കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതും സംശയത്തിൽ അവരെ ആഴ്ത്തുന്നതും നമ്മുടെ ജീവിതമാണ്. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളെ മാതൃകയാക്കണം, തങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്, നമ്മൾ മൊബൈൽ നോക്കില്ലായിരുന്നു. നമ്മുടെ കാലത്ത് മൊബൈൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് നോക്കിയില്ല. നമ്മുടെ കാലത്താണല്ലോ TV പ്രചാരത്തിൽ വന്നത്. ആ കാലത്ത് എങ്ങനെയായിരുന്നു? TV ചെകുത്താൻ പെട്ടി എന്നാ പറഞ്ഞിരുന്നത്. പിന്നെ ബൈബിൾ ചാനലൊക്കെ ഉണ്ടായ സമയത്താണ് അത് മാലാകപ്പെട്ടിയായിട്ട് മാറിയത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ചെരുപ്പിട്ടില്ല, സ്കൂളിൽ പോയി പുടുപ്പില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വകയില്ലായിരുന്നു, ഇതൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നു, ദൈവമാണ് ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത്, ദൈവം നിങ്ങൾക്കെല്ലാം തരുന്നുണ്ട്, ദൈവസ്നേഹത്തിൽ വളരണം, ദൈവം പറഞ്ഞത് സ്നേഹിക്കാനാണ് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഈ പഴയ മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു.
നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പൂർവികരും നല്ല അഭിപ്രായമല്ല എന്ന് പറഞ്ഞേക്കണേ. അവര് പറഞ്ഞേക്കണേ നമ്മളെ തലതെറിച്ചവരാന്നാ. ഇത് നിരന്തരമായി തലമുറകൾ തോറും കൈമാറി വരുന്നൊരു ഡയലോഗാ. അതുകൊണ്ട് ആദ്യം കുഞ്ഞുങ്ങളായിട്ടും വ്യക്തികളായിട്ട് അംഗീകരിക്കുക. ഭ്രൂണത്തെ പോലും വ്യക്തി മഹാത്മ്യത്തോടെ അംഗീകരിക്കുന്ന ഒരു സഭയ്ക്കകത്ത് ജീവിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മാനിക്കാതിരിക്കുന്നു, അവർ വ്യക്തികളായി കാണാതിരിക്കുന്നു, അവർ ദൈവത്തിൽ നിന്ന് വന്നവരാണെന്ന് തിരിച്ചറിയാതിരിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കിക്കാണുന്നത് മൂലം, അടിമകളാക്കി കാണുന്നത് മൂലം, അവരെ കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നത് മൂലമാണ് പലപ്പോഴും കുഴപ്പമുണ്ടാകുന്നത്. ഒരിക്കലും ഒരു ധ്യാനാവസരത്തിൽ എല്ലാവരും ചായ കുടിക്കാനായിട്ട് പോയ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ആളുകൾ ഇരിക്കുന്ന കസേരയ്ക്കകത്ത് ഒരു കുഞ്ഞു മാത്രം ഇരിക്കുന്നു, ഒരു കുഞ്ഞുകുട്ടി, ആൺകുട്ടി. ഞാൻ അവൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ചോദിച്ചു, എന്താ നീ ഇരിക്കണേ, നീ ചായ കുടിക്കാൻ പോയില്ലേ? എന്ത് പറയാനാ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവൻ പറഞ്ഞു, മടുത്തു. ആദ്യമായിട്ടൊരു കുഞ്ഞങ്ങനെ പറഞ്ഞു കേൾക്കണേ, മടുത്തു. ഞാൻ ചോദിച്ചു, എന്താ മടുക്കാൻ കാര്യം? സ്കൂളിൽ ചെന്നാൽ പഠിക്ക്, വീട്ടിൽ വന്നാൽ പഠിക്ക്, എപ്പോഴും ഇത് തന്നെ, കേട്ട് മടുത്തു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോഴേ അവന് മടുത്തു. ഇനി അവൻ 10-17 വർഷം നിരന്തരം പഠിക്കണം. ആ പഠിക്കുന്ന സമയത്ത് മുഴുവൻ ഈ മടുപ്പ് അവന് ഭാരമായിട്ട് മാറും, അസഹ്യമാകും. ഈ സമ്മർദ്ദമേറുമ്പോ കുഞ്ഞുങ്ങൾ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കും. ഇങ്ങനെ ഒരു മാർഗമായി ലഹരി മാറുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു മാർഗമായിട്ട് മാറുന്നുണ്ട് ലഹരി. ആ സമയത്താണ് നമ്മുടെ ബ്രെയിനൊരു ഫ്രീഡം കിട്ടണമല്ലോ, ഒരു സ്വസ്ഥത കിട്ടണമല്ലോ. ആ സ്വസ്ഥത കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. സന്യാസിമാർ അങ്ങനെ അന്വേഷിച്ച മാർഗമാണ് രാജയോഗം. അങ്ങനെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ തലയ്ക്കകത്ത് ഒരു സുഖം കിട്ടും. ആ സുഖം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഗവേഷണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ സുഖം ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അത് ബ്രെയിനിനകത്ത് കോശങ്ങൾ മരിക്കാനിടയാകുന്ന കാര്യമാണ്. പലപ്പോഴും ഹെമറേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ തലയ്ക്കകത്തൊരു ഫ്രീഡം തോന്നും. അപ്പോൾ ഒരു സുഖമുള്ളതായിട്ട് അനുഭവപ്പെടും. ഇതേ സുഖം തന്നെ MDMA ഉപയോഗിച്ചാലും ലഹരികൾ ഉപയോഗിച്ചാലും കിട്ടാമെന്ന് കുട്ടി പഠിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ്. ഇത്തരം അസ്വസ്ഥരായ കുട്ടികൾ മറ്റു വഴികൾ അന്വേഷിക്കും. ആ വഴികൾ അന്വേഷിക്കുമ്പോൾ അതിനകത്ത് കണ്ടുമുട്ടുന്നത് ഇത്തരം സാഹചര്യങ്ങളും വസ്തുക്കളുമാണെങ്കിൽ അവർ അത് ഉപയോഗിക്കും. അവർ അത് ഉപയോഗിക്കണമെന്ന് കാലക്കൂട്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകൾ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രചാരകരായിട്ടും വിൽപ്പനക്കാരായിട്ടുള്ള ആളുകൾ, അവ നിർമ്മിക്കുന്നവർ, അവരെയൊക്കെ സഹായിക്കുന്ന ആളുകൾ, ഇതിന്റെയൊക്കെ പുറകിൽ രഹസ്യമായ അജണ്ട വയ്ക്കുന്നവർ, മുരടിച്ച വഴിപിഴച്ച ഒരു ഭാവി സമൂഹത്തെ സ്വപ്നം കാണുന്നവർ, അവർ ഏതു വിധേനയും ഉപയോഗിക്കാം എന്ന് കരുതുന്നവർ, അവരൊക്കെ ഇത് സുഖകരമായിട്ട് ഉപയോഗിക്കും. അപ്പൊ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, കളമൊരുക്കി കൊടുക്കുന്നത് നമ്മളാണെന്ന് ഓർക്കണം. സമ്മർദ്ദങ്ങളിൽ കുട്ടികൾ പെടാനിടയാകരുത്. നീ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിലേക്ക് വരേണ്ടെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. ഒരു കുട്ടി ഒരു വർഷത്തെ കോഴ്സിന് ഡിസ്റ്റിങ്ഷനിൽ പാസ്സായി. ആ കുട്ടിയോട് പിതാവ് പറയാണ്, അടുത്ത പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ നിനക്ക് പിന്നെ ഒന്നും തരില്ല എന്ന് പറയാണ്. ആ കുട്ടി സമ്മർദ്ദത്തിലായില്ലേ? ആ കുട്ടിയുടെ എല്ലാ പ്രതീക്ഷയും തനിക്കെന്ത് പിഴവ് പറ്റിയാലും തന്നെ സ്വീകരിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് ബോധ്യം ഉണ്ടാവുമ്പോഴല്ലേ അപ്രകാരം ഒരു ദൈവത്തെക്കുറിച്ചും ബോധ്യം ഉണ്ടാവൂ. പക്ഷെ ആ കുട്ടിക്ക് നിരാശയത്വം വരെയാണ്. മാതാവും പിതാവും കൈവിടുന്നു, പിന്നെ ദൈവം കൈവിടാതിരിക്കുവോ? എല്ലാവരും കൈവിടുന്നു. സുവിശേഷ പ്രസംഗത്തിലാണെങ്കിൽ കേൾക്കുന്നത്, ദൈവം പാലിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ തകർക്കപ്പെടും, നിങ്ങളൊക്കെ നശിച്ചു പോകും, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കില്ല എന്ന്. ഇങ്ങനെ അനുഗ്രഹിക്കില്ലെന്ന് പറയുന്ന, സഹായിക്കാത്ത, സ്വീകരിക്കാത്ത മനോഭാവം വിശ്വാസ മേഖലയിൽ നിന്നുണ്ടാവുന്നു, കുടുംബത്തിൽ നിന്നുണ്ടാവുന്നു. ആ കുഞ്ഞ് പിന്നെ എവിടെ പ്രത്യാശ വയ്ക്കും? അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികൾ, നിരാശപ്പെടുന്ന കുട്ടികൾ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ ആൾക്കൂട്ടങ്ങളിലേക്കോ അക്രമങ്ങളിലേക്കോ ഒക്കെ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കുഴപ്പക്കാർ കുട്ടികളല്ലെന്ന് ഓർക്കണം. അവരെ ഇങ്ങനെ രൂപപ്പെടുത്തുന്ന നമ്മുടെ മനോഗതികളെ തിരിച്ചറിയാനും നിലയ്ക്ക് നിർത്താനും നമുക്ക് കഴിയണം. വിശ്വാസപരമായി നാം നേരിടുന്ന ഈ പരിമിതിയെ മറികടക്കാൻ ക്രിസ്തുവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇനി സ്കൂളിലേക്ക് ചെല്ലുമ്പോഴോ അവിടെയും അധ്യാപകരെങ്ങനെയാ? ഒരു തൊഴിലായിട്ട് ഇതിനെ കാണുന്നു. പഴയതുപോലെ ഒരു മാതൃകയായി, ജീവിത മാതൃകയായി വരണം. കുട്ടികൾക്ക് ആശ്വാസം കൊടുക്കുന്നവരാകണം, അവരെ സ്വീകരിക്കുന്നവരാകണം, അവരെ അറിവിൽ പുരോഗമിപ്പിക്കണം എന്ന നിലയൊക്കെ മാറിയിട്ട് കുട്ടികളെ ടെക്സ്റ്റ് പഠിപ്പിച്ച് അതനുസരിച്ച് ഉത്തരം എഴുതാനുള്ള കേവല യന്ത്രങ്ങളാക്കി മാറ്റുന്ന വിദ്യാഭ്യാസ രീതിയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകരും അതൊരു തൊഴിലായി കാണുന്നവരുമായിട്ട് മാറുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു പാരസ്പര്യം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൂടെ ഇല്ലാതായി പോകുന്നു. പിന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ ജയിലുകളായിട്ട് മാറുന്നു. ചിരിക്കാൻ പാടില്ല, ചിരിച്ചാൽ ഫൈനുള്ള കോളേജുകളും സ്കൂളുകളും. സംഘം കൂടാൻ പാടില്ല, പെൺകുട്ടികളും ആൺകുട്ടികളും സംസാരിക്കാൻ പാടില്ല. വിലക്കുകളുടെ നടുവിലാണ്, ഒരു ജയിലിലേക്ക് തന്നെയാണ് കുട്ടികൾ പോകുന്നത്.
പണ്ട് സ്കൂളുകളിൽ സേവനവാരമുണ്ടായിരുന്നു, ഒരാഴ്ചയാണ്. ഒരാഴ്ച പഠിക്കണ്ട എന്നതിനേക്കാൾ ഒരാഴ്ച കൂട്ടുകൂടാനും കളിക്കാനും ചിരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചകളിലും അത്തരം റിക്രിയേഷനുകൾ ഉണ്ടായിരുന്നു. സ്കൂൾ വൃത്തിയാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയെ അടുത്തിരിക്കുന്ന ആളുടെ ജാതി ഏതാണ് മതമാണെന്ന് ചോദിക്കാതെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. സ്കൂളുകളുടെ അന്തരീക്ഷം മാറി, അവിടെ ഇങ്ങനെ ജയിലുകളായിട്ട് മാറി. നമ്മുടെ സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന് പറഞ്ഞ ഒരു കാലത്ത് വലിയ ബഹളം ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്ന് പറഞ്ഞത് കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണം രാഷ്ട്രീയമാണെന്നാണ്. വിദ്യാർത്ഥി സംഘടനകളാണ് വിദ്യാലയങ്ങളിൽ കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണെന്ന് പറഞ്ഞത്. ഇപ്പോ ഈ കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് രാഷ്ട്രീയമാണോ? മനസ്സിലായില്ലേ കാര്യം? നമ്മൾ ഈ സമരം ചെയ്യുക, ബഹളം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ പ്രതികരണത്തിന്റെ ശക്തി അകത്തുള്ളവരാണ്, ഒരു പൊട്ടൻഷ്യൽ ഉള്ളവരാണ്, അക്രമ സ്വഭാവമുള്ളവരാണ്. ആ അക്രമ സ്വഭാവത്തേക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുന്നത് പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ കൂട്ടുകൂടാനും സംഘം ചേരാനും പ്രതികരിക്കാനൊക്കെ അവസരം ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾ ഒറ്റപ്പെട്ട് പോയി സംഘം ചേരാൻ കഴിയാതെയായി കേവല കൂട്ടുകളിലൊക്കെ പെട്ടുപോയ സമയത്താണ് മയക്കുമരുന്ന് പ്രചാരകർക്ക് അവിടെ എത്തിച്ചേരാനും ഈ കുട്ടികൾ ഉപയോഗിക്കാനും കഴിയുന്നത്. പണ്ടത് കഴിയുമായിരുന്നില്ല. അപ്പൊ വിദ്യാർത്ഥി സംഘടനകളെ നിരോധിച്ച നടപടി അരാഷ്ട്രീയവൽക്കരിക്കുന്ന ഏത് സമൂഹത്തിനും സംഭവിക്കുന്നത് പോലെ അവിടെ അരാജകത്വം വളരും, അവിടെ മതവിദ്വേഷം വളരും, അവിടെ അശുദ്ധികൾ വളരും. അതിന്റെ അടയാളമായി കാണണേ. കൂട്ടുകൂടാനും സംഘം ചേരാനും കളിക്കാനും ചിരിക്കാനും ഒച്ചയെടുക്കാനും അഭിപ്രായം പറയാനും ഒക്കെ അവസരമുള്ള വേദിയായിട്ട് വിദ്യാലയങ്ങൾ മാറണം. സമരം ഉണ്ടായിരുന്ന കാലത്ത് അടിപിടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അന്നുണ്ടായതിനേക്കാൾ കലുഷിതമായൊരു അന്തരീക്ഷം വിദ്യാലയങ്ങളിലുണ്ട്. അന്ന് നിലവിലില്ലാതിരുന്ന മയക്കുമരുന്നിന്റെ അമിത പ്രയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒറ്റപ്പെട്ടു പോയ കുട്ടികൾ ഒറ്റയ്ക്ക് ആയിത്തീരുമ്പോൾ അവർ അനുഭവിക്കുന്ന ഏകാന്തതയെ, അവർ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ മറികടക്കാൻ മയക്കുമരുന്നുകളിലേക്ക് അവർ വഴുതി വീഴുന്നുണ്ട്. അത്തരം കൂട്ടുകെട്ടുകൾ അവരെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. ആ പ്രലോഭനത്തിൽ വീണ് അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും അക്രമാസക്തരുമായി മാറുന്നു. ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. കുട്ടികൾ 12 വയസ്സ് മുതൽ വരുന്ന യുവത്വത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് അക്രമ സ്വഭാവം ഉണ്ടാകാം. അതുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ടതുണ്ട്. അത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ്. സാമൂഹ്യമായി തങ്ങളെ തന്നെ പ്രകാശിപ്പിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ്, അഭിപ്രായം പറയാൻ പറ്റാതെ പോകുമ്പോഴാണ്. അതുകൊണ്ട് ആരെയും അടച്ചു വെച്ചും തടങ്കലിട്ടും ആരെയും നേരെയും വടിയെടുത്തും ഉപദേശിച്ചും ഒക്കെ നേരെയാക്കുക എന്നത് പട്ടിയെ വളർത്തുന്നത് പോലെ, പശുവിനെ വളർത്തുന്നത് പോലെ വളർത്താൻ പറ്റിയ ഒരാളല്ല മനുഷ്യൻ. മനുഷ്യ കുഞ്ഞാണ്. ദൈവം ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അത് മാനിക്കാനും അവരെ സ്വീകരിക്കാനും നമുക്ക് കഴിയണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7:21 പറയും, മക്കളെ അച്ചടക്കത്തിൽ വളർത്തണം, അനുസരണശീലം പഠിപ്പിക്കണം. ഇത് ആ ഒരു കാലഘട്ടത്തിൻ്റെതാണ്. അനുസരണശീലം പഠിപ്പിക്കാൻ പറ്റിയ കാര്യമില്ല. അനുസരണം എന്നത് പിൻചൊല്ലലാണ്. പിൻചൊല്ലണമെങ്കിൽ മുമ്പേ നടക്കാൻ ആളുണ്ടാവണം. മുമ്പേ നടക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനം. അവരെ അച്ചടക്കം പഠിപ്പിക്കുക എന്ന് വെച്ചാൽ സ്വയമായി നിയന്ത്രിക്കാൻ, അവനവനെ ഉപേക്ഷിച്ച് അവരന് വേണ്ടിയാകാനുള്ള അച്ചടക്കം പഠിപ്പിക്കണം. അല്ലാതെ സാമൂഹ്യ നിയമങ്ങളും സദാചാര ബോധങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ അടിച്ചമർത്തി ജീവിപ്പിക്കുകയല്ല വേണ്ടത്. പ്രതികരിക്കാത്തവരാക്കി മാറ്റുകയല്ല വേണ്ടത്. അവനവനെ പരിശോധിക്കുന്നവരും അവനവനെ മനസ്സിലാക്കുന്നവരുമായി, ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് തിരിച്ചറിയാൻ കഴിവുള്ളവരായി, ആത്മശോധന ചെയ്യുന്നവരായും ആത്മവിമർശനമുള്ളവരായിട്ട് അവരെ വളർത്താൻ പഠിപ്പിക്കുക വേണ്ടത്. അത് മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കേണ്ടതാണ്. അധ്യാപകർ തങ്ങളുടെ അധ്യാപനം വഴി പകർന്നു കൊടുക്കേണ്ടതാണ്. സമൂഹം എന്ന നിലയ്ക്ക് കുട്ടികളോടുള്ള മനോഭാവം കൊണ്ട് വളർത്തിയെടുക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്നവരായി മാറാതെ അവർ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശിത മുഖമാണ്, ഏറ്റവും പ്രവർത്തിക്കുന്ന മുഖമാണ് എന്ന നിലയ്ക്ക് അവരെ കാണാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം, അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ കുട്ടികളെയൊക്കെ സംശയത്തോടെ നോക്കുന്ന, കുട്ടികളിലേക്കൊക്കെ ഈ കുഴപ്പം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന മനോഭാവമുള്ളവരായി മാറരുത്. കുട്ടികളെ നിരന്തരമായി അങ്ങനെ പരിശോധിക്കുകയും അവരുടെ പിന്നാലെ ചെയ്യുമ്പോൾ അവർ പഠിക്കുന്നത് നിഷേധം മാത്രമേ ആകൂ. കിടന്നുറങ്ങാൻ പോലും പറ്റാതെ കുഞ്ഞുങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്നവരായി മാറി. നമ്മൾ പറയണം, നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ മുറി അടച്ചാൽ കിടക്കണേ. നമ്മുടെ കാലത്ത് മുറി അടയ്ക്കാൻ പറ്റിയ മുറിയില്ലായിരുന്നേ. അതുകൊണ്ടാണ് പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ ജീവിത രീതിയും വരുന്നു. നമുക്കുണ്ടായിരുന്ന സ്വാർത്ഥമാണ്, സെൽഫിഷ്നെസ് ആണ്, ഇൻഡിവിജ്വലിസത്തിന്റെ വളർച്ചയാണ്. അത് വളർന്ന് ഇന്നിപ്പോ താൻ മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തേക്ക് കുട്ടി വരുന്നു. കുട്ടി അങ്ങനെ ആണോ എന്ന് മാതാപിതാക്കളും പഠിപ്പിക്കുന്നു. നീ മാത്രമേ ഉള്ളൂ. കുട്ടി സെൽഫ് ഓറിയന്റഡ് ആയിട്ട് മാറുന്നു. ഞാൻ മാത്രം കേന്ദ്രീകൃതമായ, ഞാൻ മാത്രമുള്ള ലോകമെന്ന് കുട്ടി ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് കുട്ടി ഒരു ഭാഗത്ത് ഒറ്റപ്പെടും. അപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കാനിടയുണ്ട്, വർഗീയവാദികളുടെ പിടിപ്പെടാനിടയുണ്ട്. ഒപ്പം തന്നെ പൊതുബോധമില്ലാത്തവനായി
മറ്റുള്ളവർ സഹവർത്തിക്കാൻ കഴിയാത്തവനായി, കൂട്ടിലടയ്ക്കപ്പെട്ടവനായി മാറുന്നുണ്ട്. അതിന്റെ ഫലമായി എതിരാളികളെ നശിപ്പിക്കുക, അനിഹിലേഷൻ ഓഫ് ദി അതർ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക്, പരിവർജക ഭാവത്തിലേക്ക് കുട്ടികൾ മാറിത്തീരും. നാം ഉണ്ടാക്കിയ ചട്ടക്കൂടുകളും നാം ഉണ്ടാക്കിയ ജീവിത ചുറ്റുപാടുകളും ഇതിന് കാരണമാവുന്നുണ്ട് എന്ന് ധാർമ്മികമായി ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം, കുട്ടികളെ കുറ്റപ്പെടുത്താം, നമുക്ക് നിർദോഷമാണെന്ന് ഭാവിക്കാം. യഥാർത്ഥത്തിൽ കുറ്റം നമ്മുടെ തലയിലാണ് എന്ന കാര്യം വിസ്മരിച്ച് സ്വയം വിമർശനപരമായി കാര്യങ്ങളെ കാണാതെ പോവുകയാണ് നാം ചെയ്യുന്നത് എന്ന പരമാർത്ഥം ഓർക്കണം. റോമലേഖനത്തിൽ 2:20 ഓർക്കണം. നീ അന്ധർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വിളക്കും, അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനുമാണെന്ന് നീ കരുതുന്നുവെങ്കിൽ നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തത് എന്തുകൊണ്ട്? സ്വയം പഠിപ്പിക്കണം. നീ നിന്നെ തന്നെ പരിശോധിക്കാത്തത് എന്തുകൊണ്ട്? മോഷ്ടിക്കരുത് എന്ന് പറയുന്ന നീ എന്തുകൊണ്ട് മോഷ്ടിക്കുന്നു? വ്യക്തിപരമായ വിമർശനമാണ്, ആത്മവിമർശനമാണ് സാമൂഹിക വിമർശനത്തിന്റെ അടിസ്ഥാനം. അവനവനെ തന്നെ പരിശോധിക്കുകയും മറ്റുള്ളവരെ തരം താഴ്ത്താതിരിക്കുകയും കുടുംബത്തിനകത്ത് തന്നെ ആൺപെൺ വ്യത്യാസത്തിൽ ഡിസ്ക്രിമിനേഷനുകൾ ഉണ്ടാകാൻ, അടിച്ചമർത്തലും വിഭജനം ഉണ്ടാകാൻ, താഴ്ത്തിക്കെട്ടലുണ്ടാകാൻ ഒക്കെ ഇടയാകുന്ന രീതിയിൽ കുടുംബാന്തരീക്ഷത്തെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ചോദ്യം ബാധകമാണ്. നീ എന്തുകൊണ്ട് നിന്നെ പരിശോധിക്കുന്നില്ല? നീ എന്തുകൊണ്ട് നിന്നെ പഠിപ്പിക്കുന്നില്ല? കൊളോസ്യ ലേഖനത്തിൽ 3:21 പറയുന്നു, നീ കുട്ടികളോട് കോപിക്കരുത്, നീ അവരെ നിരുന്മേഷരാക്കരുത്. കുട്ടികളെ പലപ്പോഴും നമ്മൾ നിരുന്മേഷരാക്കുന്നു. എഫെസ്യ ലേഖനത്തിൽ 6:4 നമുക്കിത് കാണാം. കുട്ടികളെ നിങ്ങൾ നിരുന്മേഷരാക്കരുത്, അവരെ പ്രകോപിപ്പിക്കരുത്. അവർക്ക് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്തവരായി മാറിപ്പോകും, അവരന്ധരായി പോകും. അവരുടെ അന്ധതയ്ക്ക് കാരണം നാം അവരുടെ നേരെ നടത്തുന്ന അക്രമോത്സുകമായ സ്വഭാവമാണ്. കാൽവരിയിലേക്ക് കുരിശിൻ ചുവന്നുകൊണ്ടുപോകുന്ന യാത്രയിൽ ഈശോയുടെ പീഡകൾ കണ്ട് സ്ത്രീകൾ മാറത്തടിച്ച് വിലപിക്കുമ്പോൾ അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട്, ജെറുസലേം പുത്രിമാരെ, സിയോൻ പുത്രിമാരെ, നിങ്ങൾ എന്നെ കുറിച്ച് വിലപിക്കേണ്ട, നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് വിലപിക്കും. ഈശോ പറഞ്ഞതിന് കാരണം എന്താണെന്നറിയാമോ? എന്നെ നിങ്ങൾ തള്ളിക്കളയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ദുരന്തമാണ്, അതോർത്ത് വിലപിക്കാനാണ്. എന്നെ നിങ്ങൾ തള്ളിക്കളയുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ മക്കൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തം. ക്രിസ്തുവിന്റെ ഭാവത്തെ തള്ളിക്കളയാനായി നാം ശ്രമിക്കുന്നുവെങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്തുള്ള ഈ കേവല വിലാപങ്ങൾക്ക് ഒരർത്ഥമില്ല. ക്രിസ്തുവിനെ കുറിച്ച് തള്ളിക്കളയുമ്പോഴാണ് ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പഠിക്കുക, മക്കളെ അംഗീകരിക്കാൻ പഠിക്കുക. ഒരുപക്ഷെ അവർ വിരുദ്ധാഭിപ്രായത്തിലാകാം, കുറവുകളുള്ളവരാകാം. അവരെ മനസ്സിലാക്കുക, അവരെ അംഗീകരിക്കുക, അവരോട് ചേർന്ന് നിൽക്കുമെന്നും അവർക്ക് തുണയായിട്ടുണ്ടെന്നും അവർക്ക് ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ഒളിച്ചവരൊന്നും ചെയ്യാതെയാവും, ഒളിവും മറവുമില്ലാത്തവരായിട്ട് മാറും. അവർ ലഹരി അന്വേഷിക്കില്ല, അവർക്ക് നിങ്ങൾ തുണയാണ്, സഹായമാണെന്ന് ബോധ്യം അവർക്കുണ്ടാവും. നിങ്ങളുടെ മുന്നിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വരുമ്പോൾ അവർ സത്യം പറയുന്നവരായിട്ട് മാറും. മക്കൾക്ക് പണം കൊടുത്തല്ല അവരെ സ്വാധീനിക്കേണ്ടത്, സമ്മാനം കൊടുത്തല്ല അവരെ നേടേണ്ടത്. അവർ ചോദിക്കുന്നതൊക്കെ വാരിക്കോരി കൊടുത്ത് അവരെ ദുർബലരാക്കുകയല്ല വേണ്ടത്. അവരോന്മുഖമായ ജീവിതം നയിക്കാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വഴിയെ ജനിക്കും. അപ്പോ ധാർമ്മികമായി ഉയർന്നവരായിട്ട് അവർ മാറും. അവരെന്നെ ദ്രോഹമായി ഒന്നും ചെയ്യാതിരിക്കാൻ അവർ പരിഗണിക്കും. അവരെന്നെ ദൈവമായി തിരിച്ചറിയാൻ, ഈശ്വരനായി കാണാൻ അവർക്ക് കഴിയും. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ സമൂഹത്തിനകത്ത് അക്രമം അവസാനിക്കൂ. നിയമപരമായും സാങ്കേതികമായും നമുക്ക് പല നിലപാടുകളും സ്വീകരിക്കാം. അക്രമ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെ ശിക്ഷിച്ച് കാണിക്കാം. അങ്ങനെ ശിക്ഷിച്ച് കാണിക്കുമ്പോഴും എന്തു ചെയ്യുമ്പോഴും മനുഷ്യത്വം നീചമായി അവമതിക്കപ്പെടും. അതുകൊണ്ട് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, ലോകത്തിന്റെ സംവിധാനങ്ങൾ അതിനനുസരിച്ച് ചെയ്യട്ടെ. ധാർമ്മികമായും വിശ്വാസപരമായും എനിക്ക് സമൂഹത്തിന് ചെയ്തു കൊടുക്കാനുള്ളത് എന്ത് എന്ന് തിരിച്ചറിവുണ്ടാകണം. കുഞ്ഞുങ്ങളെ കേവലമായി കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പിഴവിന് പ്രധാന കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരണം. അവരുടെ സ്വാതന്ത്ര്യത്തെ തടയുകയും പരിമിതപ്പെടുത്തുകയും കളിക്കാനും കൂട്ടുകൂടാനും ചിരിക്കാനും സന്തോഷിക്കാനും എതിർക്കാനും അഭിപ്രായം പറയാനും ഒക്കെയുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ചെയ്ത് അവരെ കുപ്പിയിൽ അടച്ചു വെക്കുമ്പോൾ ഒരു നാളത് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുമ്പോൾ കുപ്പി പൊട്ടിച്ചു ഈ കുട്ടികളെന്ന് പറഞ്ഞ് വിലപിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളാണ് കാരണക്കാർ. അതുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാം, സ്വയം വിചിന്തനം ചെയ്യാം, നമ്മുടെ മാർഗങ്ങൾ നേരെയാക്കാം. അപ്പോൾ പിന്നാലെ വരുന്നവർ നിശ്ചയമായിട്ടും നല്ല വഴിയിൽ ജനിക്കും, അനുസരണമുള്ള മക്കളായിട്ട് അവർ മാറും. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമായി മാറുമ്പോൾ, അവരിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നവരായി മാറുമ്പോൾ ക്രിസ്തുവിന്റെ മുഖം നമ്മളിൽ അവർക്ക് കാണാൻ പറ്റും. അപ്രകാരം മാത്രമേ നമുക്ക് സമൂഹത്തെ നവീനമാക്കാൻ കഴിയൂ, നവീകരിക്കാൻ കഴിയൂ, പുനർനിർമ്മിക്കാൻ കഴിയൂ. അപ്രകാരം ഒരു മനോഭാവമാണ് നമ്മൾക്കുണ്ടാകേണ്ടത് എന്ന് ഹൃദയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.